പൊള്ളുന്ന ഒരൊറ്റ ചോദ്യം മതി ഏത് കേന്ദ്ര സഹവാഴാജിയെയും പൊളിഞ്ഞടുങ്ങാൻ. ഇന്നിപ്പോൾ വഖഫ് ചർച്ചയ്ക്ക് ശേഷം തലസ്ഥാനത്ത് തിരിച്ചെത്തി. പദപ്പീര് ചോദ്യങ്ങൾക്കിടയിൽ നിന്ന് പൊള്ളുന്നൊരു ചോദ്യം വന്നു. ജബൽപൂർ മുനമ്പം വിഷയം ഉയർത്തിക്കാട്ടി ക്രിസ്ത്യാനികളെല്ലാം ഞങ്ങൾ പോക്കറ്റിലാക്കി വെച്ചിരിക്കുന്നു എന്ന അവകാശവാദം ഉന്നയിക്കുന്നതിൻ്റെ ഇടയിലാണ് ജബൽപൂരിൽ മലയാളികളായിട്ടുള്ള മിഷണറിമാരെ സംഘികളെല്ലാം കൂടി വളഞ്ഞിട്ട് തള്ളിയതിനെ സംബന്ധിച്ച് ചോദ്യം ഉന്നയിച്ചപ്പോൾ ചെമ്പ് മാതാവിന് കൊടുത്ത കിരീടത്തിലെ സ്വർണം പൂശിയ ആ കപട മുഖത്തിൽ നിന്ന് ഒറിജിനൽ ഫ്രോഡ് എടുത്തങ്ങ് പുറത്തു ചാടി. ജബൽപൂരിലെ സംഭവത്തിനെ ന്യായീകരിക്കുകയാണോ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ, ബി കെയർഫുൾ. ഏതാ ചാനൽ? ഏതാ ചാനൽ? ബെസ്റ്റ്. സൗകര്യമല്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. പിന്നെ നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. അതിന് വേറൊരു അക്ഷരം മാറ്റണം അതിനകത്ത്. സുരേഷ് ഗോപിക്ക് പൊള്ളണ ചോദ്യം ചോദിക്കണമെങ്കിൽ കൈരളി വേണം. അല്ലാതെ ബാക്കിയുള്ള കോലുകാരെല്ലാം മാസപ്പടി പറ്റിക്കൊണ്ട് പദപ്പീര് ചോദ്യവും പുകഴ്ത്തലും വാഴ്ത്തലുമായിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ മറുപടികൾ കേട്ട് കോരിത്തരിച്ച് കൈകൊട്ടാൻ പോയി നിൽക്കുന്ന ഭജന സംഘം മാത്രമാണ് കേരളത്തിലെ മാപ്രകൾ. അതിൻ്റെ ഇടയിൽ നിന്നാണ് ജബൽപൂർ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യമുയർന്നത്. മുനമ്പംകാരെ ചാക്കിലാക്കി കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ വോട്ട് വളച്ചെടുക്കാൻ പരിശ്രമിക്കുന്നതിനിടയിലാണ് ജബൽപൂരിൽ സംഘികളെല്ലാം കൂടി ചേർന്ന് മലയാളി മിഷണറിമാരെ തന്നെ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ കയ്യേറ്റം ചെയ്ത സംഭവമുണ്ടായത്. ആ വിഷയത്തിൽ ചോദ്യം വരുമ്പോൾ നിങ്ങൾ ആരാ? സൂക്ഷിച്ച് സംസാരിക്കണം, മര്യാദയ്ക്ക് സംസാരിക്കണം. അതിന് ഇയാൾ ആരാണ്? ഇയാൾ കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടാൽ അങ്ങ് രാജാവൂ? ഇങ്ങനെ വെറും ജനത്തിൻ്റെ നികുതിപ്പണം കൊണ്ട് തീറ്റിപ്പോറ്റുന്ന വെറും ഒരു കേന്ദ്ര സഹമന്ത്രി, അതിനപ്പുറത്തേക്ക് ഒരു ചുക്കുമല്ല. സ്വയം ധരിക്കുകയാണ് ഞാൻ രാജാവാണ്, അല്ലെങ്കിൽ ഈ കസേരയിലേക്ക് ജീവിതാവസാനം വരെ ഇരിക്കാൻ പോകുന്നു എന്ന് സ്വയം ധരിച്ചുകൊണ്ട് രാജാവിൻ്റെ മനോഭാവത്തിൽ ഭീഷണിപ്പെടുത്തുകയാണ്. സൂക്ഷിച്ച് സംസാരിക്കണം അത്രേ, ഇല്ലെങ്കിൽ അങ്ങ് മൂക്കിക്കേറ്റു. പോയി പണി നോക്കണവേ. ഇത് സിനിമയല്ല, അല്ലെങ്കിൽ ക്യാമറയല്ല ഈ ഷോയൊക്കെ കാണിച്ചിട്ട് പോകാൻ. ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഭയപ്പെട്ടു പോകാൻ കുറച്ച് സംഘികളോ അല്ലെങ്കിൽ താൻ മാസക്കൂലി കൊടുത്ത് നിർത്തിയിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ അടിമകൾ കാണും. അവരെടുത്ത് ഈ ഷോയൊക്കെ കാണിച്ചാൽ മതി. മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ചോദ്യങ്ങളുണ്ടാകും. ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലെങ്കിൽ മറുപടി ഇല്ല എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ ഈ പട്ടി ഷോയൊക്കെ അതങ്ങ് വീട്ടിൽ കാണിച്ചാൽ പോരെ കേന്ദ്ര സഹമന്ത്രി എന്ന് ചോദിക്കാൻ അതിൻ്റെ ഇടയിൽ നട്ടലുറപ്പുള്ള ഒരുത്തനും ഇല്ലാതെ പോയത് കേരളത്തിലെ മാധ്യമ മേഖലകളിലെ അടിമകളുടെ യഥാർത്ഥ ചിത്രമായിട്ട് വേണം അതിനെ വിലയിരുത്താൻ. കേരളത്തിലെ ഏതെങ്കിലും മന്ത്രിമാർ ഇതുപോലൊരു വാചകം പറഞ്ഞിരുന്നെങ്കിൽ മാധ്യമധർമ്മം എല്ലാം കൂടി പൊട്ടി ഒലിച്ചുകൊണ്ട് ഇന്നിപ്പോൾ കാണാമായിരുന്നു വായ്ത്താരികൾ. ഇതിപ്പോൾ കേന്ദ്രനല്ലേ, അതായതുകൊണ്ട് കുഴപ്പമില്ല, ഇവർക്ക് എന്തും പറയാം. പിന്നെ നമ്മളുടെ ഉശിരൻ ചോദ്യങ്ങൾ അത് സതീശനോടും കേന്ദ്രന്മാരോടും ഇല്ല. ഇടതുപക്ഷ നേതാക്കന്മാരെ കാണുമ്പോൾ മാത്രമേ ഈ ഉറങ്ങിക്കിടക്കുന്ന ഉശിര് പുറത്തേക്ക് വരുള്ളൂ. ഇതുപോലെ അടിമപ്പടിയെടുക്കുന്ന കേരളത്തിലെ മാപ്രകളുടെ ഇന്നത്തെ ദുരവസ്ഥ എന്താണെന്ന് ഈ ഒരൊറ്റ ദൃശ്യം തെളിയിക്കുന്നുണ്ട്. ജബൽപൂരിലെ സംഭവത്തിനെ ന്യായീകരിക്കുകയാണോ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ, ബി കെയർഫുൾ. ഏതാ ചാനൽ? ഏതാ ചാനൽ? ബെസ്റ്റ്. ഏതാ? സൗകര്യമല്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. പിന്നെ നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. അതിന് വേറൊരു അക്ഷരം മാറ്റണം അതിനകത്ത്.